വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസിൽ അധ്യാപകർ ക്രമക്കേട് കാണിച്ചുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. കോളേജിന് വേണ്ടി കായികമേളയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടേതുൾപ്പെടെ അറ്റൻഡൻസിൽ ക്രമക്കേട് കാണിച്ചുവെന്നാണ് ആരോപണം. വിദ്യാർത്ഥികളോട് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണെന്ന് SFI പ്രവർത്തകർ ആരോപിക്കുന്നു. കോളേജിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയിരുന്നു. ആ ദിവസത്തെ അറ്റൻഡൻസിന് വേണ്ടി റിക്വസ്റ്റ് ആയിട്ട് അവൻ ചെന്ന സമയത്ത് ആ റിക്വസ്റ്റ് ലെറ്ററിൽ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് HODയുടെയും അവന്റെ ഡിപ്പാർട്ട്മെന്റ് HODയുടെയും അവന്റെ ട്യൂറ്ററുടെയും സൈൻ വെച്ചിട്ടാണ് ആ വിദ്യാർത്ഥി പ്രിൻസിപ്പളുടെ അടുത്തേക്ക് പോയത്. അവർ അറ്റൻഡൻസ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മളടുത്തേക്ക് പരാതിയായിട്ട് വരികയാണുണ്ടായത്. ഈ മാസം ഈ ക്യാമ്പസിലേക്ക് വരാത്ത ചില ആളുകൾക്ക് പോലും വലിയ രീതിയിൽ അറ്റൻഡൻസ് കൊടുക്കുന്ന ഒരു ക്രമക്കേട് അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് വരാത്ത വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് ഉണ്ട്, വന്ന വിദ്യാർത്ഥികൾക്കും വരാത്ത വിദ്യാർത്ഥികളും ഒരേപോലെയാണ് അറ്റൻഡൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ വരാത്ത വിദ്യാർത്ഥികളെ കുറച്ച് പേരെ നമ്മൾ എടുത്തു നോക്കിയ സമയത്ത് അത് മുഴുവൻ KSUവിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞ പോലെ അറ്റൻഡൻസ് കൊടുത്തിട്ടുള്ളത്. അത് ചോദ്യം ചെയ്താണ് നമ്മൾ ചെയ്തത്. ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങളുമായി. ഇക്ബാൽ, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? നികേഷ്, ഇന്നലെയാണ് ഈ സംഭവ വികാസങ്ങൾ പാലക്കാട് ഒറ്റപ്പാലത്തുള്ള NSS കോളേജിൽ സംഭവിക്കുന്നത്. കോളേജിന് വേണ്ടി വിവിധ കായിക മേളയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസിൽ അധ്യാപകർ ക്രമക്കേട് കാണിച്ചു എന്നാണ് SFI പ്രധാനമായും ഉയർത്തുന്ന ഒരു ആരോപണം. അതായത് പ്രധാനമായും SFIയുടെ പ്രവർത്തകരായിട്ടുള്ള വിദ്യാർത്ഥികൾ അറ്റൻഡൻസിന് വേണ്ടി സമീപിക്കുമ്പോൾ അത് നൽകാതിരിക്കുകയും മറിച്ച് KSUവിന്റെ വിദ്യാർത്ഥികൾ ചെല്ലുമ്പോൾ അവർക്ക് ക്രമക്കേടിലൂടെ ഈ അറ്റൻഡൻസ് നൽകുന്ന സാഹചര്യത്തിലേക്ക് അധ്യാപകർ എത്തിയെന്നാണ് SFI പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചർച്ച ചെയ്യാൻ ഇന്നലെ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളെ സമീപിച്ചെങ്കിലും അപമര്യാദയായി തങ്ങളോട് പെരുമാറി എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഏതായാലും ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഇന്നലെ വൈകിട്ട് തന്നെ കോളേജിൽ വെച്ചൊരു ചർച്ച നടന്നു. പക്ഷേ ഈ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് SFIയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പാളെയും അധ്യാപകരെയും ഓഫീസ് റൂമിലിട്ട് പൂട്ടിയത്. വലിയ രീതിയിലൊരു പ്രതിഷേധവും ഇന്നലെ നടന്നിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഉടനടി കൃത്യമായ ഒരു നടപടി വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. അതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നും SFIയുടെ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.